ഷെയ്ഖ് ഇങ്ങോട്ട് തുടങ്ങിക്കോട്ടെ, കോമാട്ടുചാലിൽ അതും ഇങ്ങോട്ട് തുടങ്ങിക്കോട്ടെ. എന്ന് അദ്വാ ഒന്ന് സംസാരിച്ച, ഒന്ന് രണ്ട് വാക്ക് ഉരുവിട്ട. കുരുവട്ടൂരുള്ള ആൾക്കാർ, മടവൂർ കോട്ടയിലെ ആൾക്കാർ, ഇനി വേറുള്ളവര് ബാക്കിയുള്ളവര് അവിടുത്തോല് ഇവിടുത്തോല് ഇങ്ങനത്തെ പരിപാടിയൊന്നും ഇല്ല. മശായിഖന്മാർ ആളുകൾ എന്ന് പറഞ്ഞാൽ അഖിൽ എന്ന് പറഞ്ഞാൽ അത് ഒറ്റ ഒന്നാ. അത് പല സ്ഥലത്തുമായിട്ട് പല ഭാഗത്തും ഉണ്ടാകും. അപ്പം അത് പറഞ്ഞപ്പോൾ എന്താന്ന് വെച്ചാല് കുരുവട്ടൂരത്തെ ആൾക്കാർ, മടവൂർ കോട്ടയിലുള്ള ആൾക്കാർ, അവിടുത്തെ ആള് ഇവിടുത്തെ ആള് എന്ന് പറഞ്ഞുകാണ്ട് ഇനി വേർതിരിച്ചൊന്നും വേണ്ട, ഒക്കെ ഒന്ന് തന്നെയാണ്, ഒക്കെ ഒന്നാണ് എന്നാണ് ഇപ്പോൾ അത് പറയണത്. അത് വേറെ കാര്യം കേട്ടോ. മടവൂർ കോട്ടയിലുള്ള തങ്ങളുണ്ടല്ലോ, നമ്മളെ യഹിയൽ ബുഖാരി തങ്ങള്, വടിത്തങ്ങള്, മൂപ്പര് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നിൽക്കൂട്ടോ. ചിലപ്പോൾ ഒന്നാണ് മാറി എന്നൊക്കെ വരും. അപ്പം ചിലപ്പോൾ ഈ പറഞ്ഞതൊക്കെ ബാത്തിലാവുകയെ. നമ്മളെ ഇയാൾ ഇടപെടുന്നുണ്ട്, ആര്, നമ്മളെ CH മുസ്തഫ എന്ന് ഇടപെടുന്നുണ്ട്. മുസ്തഫ എന്ന് വരട്ടെ. അപ്പൊ അങ്ങനെ എന്നെ ക്ഷണിക്കുകയും സ്വീകരിക്കുകയും ചെയ്യണമെങ്കിൽ അദ്ദേഹം നമ്മൾ പറയുന്ന ആശയങ്ങൾ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഓക്കെ, CH മുസ്തഫ പറഞ്ഞു കേട്ടത്, അയാൾ എന്നെ ക്ഷണിക്കുകയും എന്നെ അതിലേക്ക് സ്വീകരിക്കുകയും ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന ആശയം അയാൾ ഇഷ്ടപ്പെടണം എന്നുള്ളത് കൊണ്ടാണല്ലോ എന്നാ പറഞ്ഞത്. അപ്പോൾ ഇജിപ്പോൾ അതിലുണ്ടോ ഈ മുസ്തഫാൻ്റെ ആശയം നീ ഉൾക്കൊള്ളുന്നുണ്ടോ? മുസ്തഫാൻ്റെ ആശയം നീ ഉൾക്കൊള്ളുന്നുണ്ടോ? എൻ്റെ കൈതയായ നൗഷാദ് ഉൾക്കൊള്ളുന്നുണ്ടോ? എൻ്റെ മറ്റൊരു കൈതയായ പിന്നെ കുഞ്ഞേമത് ഉൾക്കൊള്ളുന്നുണ്ടോ? മറ്റൊരു കൈതയായ പമ്പൈസ് ഉൾക്കൊള്ളുന്നുണ്ടോ? ചോദ്യങ്ങളാണ്. അതുണ്ടെങ്കിൽ ഉണ്ട് എന്ന് പറയാം. CH മുസ്തഫാൻ്റെ ആശയം ഉൾക്കൊള്ളുന്നുണ്ടോ ഇല്ലയോ? പിന്നെ മറുപടി പറയും. അടുത്ത ഒന്നും കൂടി CH പിന്നെ മുസ്തഫ ഒന്നും കൂടി വരട്ടെ. അപ്പൊ യഹിയൽ ബുഖാരി തങ്ങളെ കാണണമെന്ന് എനിക്ക് ഒരുപാട് കാലത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം ക്ഷണിക്കുകയും ചെയ്തു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ അവിടെ പോയത്. കണ്ടോ, CH മുസ്തഫ പറയുന്നു, അതാ മിനി ചേകനൂരായ CH മുസ്തഫ പറയാണ്, യഹിയൽ ബുഖാരി തങ്ങൾ എന്നെ ക്ഷണിക്കാറുണ്ട്, എന്നെ വിളിക്കാറുണ്ട്, ആ അടിസ്ഥാനത്തിലാണ് പോയത്. അപ്പോൾ യഹിയൽ ബുഖാരി തങ്ങൾ ക്ഷണിച്ചിട്ടാണ് ആര് വന്നിട്ടുള്ളത്? CH മുസ്തഫ വന്നിട്ടുള്ളത്. സത്യം തന്നെയാണോ അത്? യഹിയൽ ബുഖാരി തങ്ങൾ എന്റെ പ്രഭാഷണങ്ങൾ കേട്ടിട്ടാണ് എന്നെ അദ്ദേഹം അറിയുന്നതും മനസ്സിലാക്കുന്നതും. അതിനുശേഷം അദ്ദേഹത്തിന്റെ കൂടെ വരുന്ന ആളുകളോട് പലരോടും എന്റെ പ്രഭാഷണങ്ങൾ കേൾക്കുന്നതിന് നിർദ്ദേശിക്കാറുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. CH മുസ്തഫ പറയുന്നത് അറിയോ? എൻ്റെ പ്രസംഗം യഹിയൽ ബുഖാരി തങ്ങൾ കേൾക്കാറുണ്ട്, അതിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടാണ് എന്നെ ക്ഷണിച്ചിട്ടുള്ളത്. മാത്രമല്ല എൻ്റെ പ്രസംഗം മറ്റു അനുയായികളോട് കേൾക്കാനും അദ്ദേഹം പറയാറുണ്ട്. ആര്? ഈ മിനി ചേകനൂരിൻ്റെ പ്രസംഗം കേൾക്കാനും പറയാറുണ്ട്. കുരുവട്ടൂരെ, നൗഷാദ്, പമ്പൈസ്, കുഞ്ഞേമത്, കോമാട, നിങ്ങളത് അംഗീകരിക്കുന്നുണ്ടോ? ഇതിനൊക്കെ മറുപടി പറയണേ നിങ്ങൾ. അകമ്പൊരുളിന്റെ ആശയങ്ങളും സൂഫി ആശയങ്ങളും രണ്ടാണ് എന്ന ഒരു ധ്വനിയിലാണ് അവരത് പറയുന്നത്. യഥാർത്ഥത്തിൽ തസവുഫ് തന്നെയാണ് അകമ്പൊരുളിന്റെ ആശയങ്ങൾ എന്ന് പറയുന്നത്. തസവുഫും സൂഫി ആശയങ്ങളും അകമ്പൊരുൾ ആശയങ്ങളും രണ്ടല്ല. പറയുന്ന ശൈലിയിൽ വ്യത്യാസം ഉണ്ടാകാം. ഒരുപക്ഷെ അകമ്പൊരുൾ അതോ ഇത് കേട്ടോ, അകമ്പൊരുളിന്റെ ആശയവും സൂഫി ആശയവും അത് രണ്ടല്ല, ഒറ്റ ആശയാണ്, ഒരേ ആശയാണ്. ഇവന്റെ ആശയം നിങ്ങളെ ആശയം ഒന്നാണ്. മനസ്സിലായോ? നൗഷോ, ഇതിനൊക്കെ മറുപടി പറയണ വെച്ചിട്ടോ. പറയുന്ന ശൈലിയിൽ വ്യത്യാസം ഉണ്ടാകാം. ഒരുപക്ഷെ അകമ്പൊരുൾ പറയുന്നത് ഒരു നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു റിഫോർമേഷന്റെ ശബ്ദത്തിലായിരിക്കാം. സൂഫി കേന്ദ്രങ്ങൾ പറയുന്നത് ഒരു ആധ്യാത്മികതയുടെ ഭാവത്തിലായിരിക്കാം. അത് വളരെ പതുക്കെയായിരിക്കാം, നമ്മൾ കുറച്ച് ഉറക്കെയായിരിക്കാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയിലും ശൈലിയിലും വ്യത്യാസമുണ്ട് എന്നല്ലാതെ അകമ്പൊരുൾ ആശയങ്ങളും തസവൂഫിന്റെ ആശയങ്ങളും ഒന്ന് തന്നെയാണ്. അത് ഒരേ ധാരയിലാണ് മുന്നോട്ട് പോകുന്നത്. ഇവിടെ ചെറിയൊരു തിരുത്തുണ്ട് മുസ്തഫ. ഇവിടെ എനിക്ക് ചെറിയ തെറ്റ് പറ്റിയിരിക്കണേ. കാരണം ഈ സൂഫിസത്തിന്റെ ആശയം ലളിതമായ രൂപത്തിലല്ല, കുരച്ചിയാടുകയാണ്. ഇവന്റെ സൂഫീസ പറഞ്ഞു കേട്ടോ. ആരെ? ഈ കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെയും അതുപോലെ തന്നെ നൗഷാദിൻ്റെയും കുഞ്ഞേമീൻ്റെയും ഒക്കെ സൂഫീസ പറഞ്ഞത്. ഇവരുടെ കുരുവട്ടൂരി സൂഫീസ് എന്ന് പറഞ്ഞാൽ കുരച്ചിയാടാണ്, ചെത്തര പട്ടിയാൾ ചാടണ മാതിരി. അഥവാ ഈ ഇറച്ചി പെരക്ക കൂടിയൊക്കെ ഉണ്ടാവുമല്ലോ പട്ടിയാൾ,
അന്നതുപോലെ ചാടുകയാണ്, അന്നതുപോലത്തെ ശബ്ദങ്ങളാണ്. അപ്പം എൻ്റെ അകമ്പൊരുളിൻ്റെ ആശയവും ഈ സൂഫീസവും എന്ന് പറഞ്ഞാൽ ഈ സൂഫീസം ലളിതമായ രൂപത്തിലല്ല ഇവരുടേത് എന്നാ ചുരുക്കത്തിൽ. അപ്പോൾ അവിടെ എനിക്ക് ചെറിയൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് കേട്ടോക്കാം, കുഞ്ഞാമ്മ കിടന്ന് ചാകണമെന്ന് കേൾക്കാണെങ്കിൽ. ബിദ്അത്തുകാർക്കെതിരെ സംസാരിക്കാൻ എന്താ അർഹത ഉണ്ടോ നിങ്ങൾക്ക്? നിങ്ങളെ ഉള്ളിൽ ബിദ്അത്ത് തിമർത്താടല്ലേ? എന്നിട്ട് നിങ്ങളാ ബിദ്അത്തിനെതിരെ സംഘടിക്കണത് എന്താ അർഹത ഉണ്ടോ നിങ്ങൾക്ക് ബിദ്അത്തിനെതിരെ പറയാൻ? മിണ്ടരുത് നിങ്ങളെ ഉള്ളിലത്തെ കാര്യം ആദ്യം ശരിയാക്കും, തൗഹീദ് നിങ്ങളത് ശരിയാക്കി ആദ്യം. അപ്പൊ മുസ്തഫ മനസ്സിലായില്ലേ? അപ്പൊ തസവൂഫ് ഇവന്റെ തസവൂഫിന്റെ കോലാണിത്. കാരണം എന്താ പറയുക, ഇവനിപ്പോ ഈ ആകെങ്ങട്ട് എന്താ പറയാ, ഇങ്ങോട്ട് മതം പൊട്ടുകയാണ്. മതം പൊട്ടിയിട്ട് എന്തൊക്കെയോ അങ്ങോട്ട് പറയണം. ഇപ്പം ഇവൻ്റെ തൗഹീദും ഇവൻ്റെ ആശയവും ഇവൻ്റെ ബിദ്അത്തും ഈ ബിദ്അത്തുകാരോടുള്ള ബന്ധം ഇപ്പോൾ ഈ ഒരു മിനി ചേകനൂരാണ് CH മുസ്തഫ എന്ന് പറഞ്ഞു. ഈ CH മുസ്തഫാനെ കൊടുന്നിട്ടാണ് ഈ പരിപാടി നടത്തുന്നത്. അത്രയും അഥവാ ഖുർആന് വരെ തെറ്റുണ്ട് എന്ന് പറയുന്ന കൗമിൽപ്പെട്ട ആളാണ് ആര്? CH മുസ്തഫ. സ്വയമായി ഗവേഷണം ചെയ്യുന്ന ആളുകളിൽപ്പെട്ടവർ, മഹാന്മാരായ സ്വഹാബത്തെ കിറാമിനെ വരെ തെറി വിളിക്കുന്ന ആളിൽപ്പെട്ട ആളാണ് ആര്? CH മുസ്തഫ. അവൻ്റെ പ്രസംഗത്തിൽ പലതും എടുത്തു നോക്കിയാൽ കാണാം മുആവിയ റളിയല്ലാഹു അൻഹുവിനൊക്കെ വളരെയധികം മോശമായ രൂപത്തിൽ ചിത്രീകരിക്കുന്നത്. അങ്ങനത്തെ CH മുസ്തഫാനെ കൊടുന്നിട്ടാണ് ഇവർ ഇരുത്തുന്നതും പ്രസംഗിപ്പിക്കുന്നതും. എന്നിട്ട് ഇവൻ പറയാം നിങ്ങളെ തൗഹീദ് ശരിയാക്കി കടന്ന് ചാകാണ് കുഞ്ഞേമത്. ഏതായാലും ഒന്നും കൂടി കുറച്ചും കൂടി ബെറ്ററായി നമ്മളെ CH മുസ്തഫ. വളരെ അവിചാരിതമായിട്ടാണ് ഞങ്ങൾ അന്ന് കണ്ടത്. കണ്ടപ്പോ വളരെ നല്ല സൗഹൃദം ഞങ്ങൾ തമ്മിലുണ്ടായി. സ്വാഭാവികമാണല്ലോ, മനുഷ്യന്മാർ തമ്മിൽ സൗഹൃദം ഉണ്ടാകുന്നതിന് വേറൊന്നും തടസ്സമല്ലല്ലോ. കണ്ടോ, നൗഷാദിനെ വളരെ അഭിചാരിതമായിക്കൊണ്ടാണ് കണ്ടത് എന്ന് പറഞ്ഞത് നൗഷാദിനെ. അപ്പം ഞങ്ങൾ നല്ല സൗഹൃദം പങ്കിട്ടു എന്ന് പറഞ്ഞത്. ഇവിടെ ഒന്നും ഓനെന്താ വക്കറ സ്വാഹിബ ബിദ്അത്തിൻ ഫഖദ് ആന അലാദിമിൽ ഇസ്ലാം ഒന്നും ഇല്ലേ നൗഷാദേ? ഇതൊക്കെ നാട് നിങ്ങളെ പ്രസംഗിച്ചുകൊണ്ട് നടന്നില്ലല്ലോ ഈ ഹദീസൊക്കെ. ഇതൊക്കെ എവിടെ പോയിടാൻ്റെത്? ഇതൊക്കെ ഈ ഹദീസൊക്കെ എവിടെ പോയി? ആ ബിദ്അത്തുകാരൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി ഓനെങ്ങനെ സ്വീകരിച്ചിരുത്തി നല്ല സംസാരങ്ങളൊക്കെ സംസാരിച്ചിങ്ങനെ കുത്തിരിക്കായിരുന്നല്ലോ. അപ്പം എനിക്ക് ഈ ഹദീസൊന്നും ഉണ്ടായിരുന്നില്ലേ? വരട്ടെ മുസ്തഫ, ഇനിയും വരട്ടെ. നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതിനോടും യോജിക്കുന്നുണ്ടാവാം, പക്ഷെ അത് പ്രകടിപ്പിച്ചിട്ടില്ല അവിടെ. നഊദു ബില്ലാഹ്, അല്ലാഹു കാക്കട്ടെ. നമ്മൾ പറയുന്ന പല വിഷയങ്ങളോടും അവർ യോജിപ്പുണ്ട് എന്ന് പറഞ്ഞേ. വിയോജിപ്പുണ്ടാവാം, അംഗീകരിക്കുന്നുണ്ടാവും, അംഗീകരിക്കാത്തതുണ്ടാവും. പക്ഷെ അംഗീകരിക്കുന്നുണ്ട് എന്നുള്ള വിഷയമാണ് കൂടുതലും ഉള്ളത് എന്നാണ് മുസ്തഫ പറഞ്ഞത്. എന്താ നൗഷാദേ എനിക്ക് ഇതിനൊക്കെ സംബന്ധിച്ച് പറയാനുള്ളത്? എനിക്ക് തൊള്ള തുറക്കാൻ കഴിയോ ഈ വിഷയത്തെ സംബന്ധിച്ച്? മുസ്തഫയാണ് ഈ പറയണത്, CH മുസ്തഫ പറയണത്. അടുത്ത മുസ്തഫ പറയട്ടെ. എന്ന് മാത്രമല്ല, ചരിത്രപരമായി ഇസ്ലാമിക ചരിത്രവുമായി ബന്ധപ്പെട്ട അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട് അകമ്പൊരുളിന്റെ കാഴ്ചപ്പാടുകളോട് 100% യോജിക്കുന്നതാണ്. അമവി അട്ടിമറി, പ്രത്യേകിച്ച് മുആവിയ, യസീദ് മുതലായിട്ടുള്ള രാജാക്കന്മാർ ഇസ്ലാമിക ഖിലാഫത്തിനെ അട്ടിമറിച്ചതും സഹാബിമാരെ കൊന്നൊടുക്കിയതും അഹ്ലുബൈത്തിനോട് അവർ ചെയ്ത ക്രൂരതയുമൊക്കെ അദ്ദേഹം വളരെ മുമ്പേ, അകമ്പൊരുളൊക്കെ വരുന്നതിന്റെ എത്രയോ മുമ്പേ ആളുകളോട് പറയാറുണ്ടായിരുന്നു. അദ്ദേഹത്തെ സന്ദർശിക്കുന്ന പതിറ്റാണ്ടുകളായി അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകളൊക്കെ അത് വ്യക്തമായി പറയുന്ന കാര്യം. നൗഷാദേ, ഈ വിഷയത്തിൽ നീ യോജിക്കുന്നുണ്ടോ? മുആവിയ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചാണ് ഈ ചങ്ങായി പറയുന്നത്. ഇതിനോടൊക്കെ യോജിക്കുന്നുണ്ടോ? പറയൂ നൗഷാദേ, മറുപടി പറയൂ. അവിടെ പോയപ്പോ അവിടെ കണ്ടതെന്തെന്ന് വെച്ചാല്, അന്ന് ഈ 1-ാം തീയതി എല്ലാ ദിവസവും അവിടെ ഒരു മജ്‌ലിസ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ കുരുവട്ടൂരിലുള്ള ആളുകൾ അവിടെ ഉണ്ട്. അതിൽ നൗഷാദ് അഹ്സനിയുണ്ട്, പിന്നെ ഹാഫിദ് ഉണ്ട്. അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ ആയിട്ട് സംസാരിച്ചു. നൗഷാദ് അഹ്സനിയെ എനിക്ക് സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിയാം. ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ ഒക്കെ അറിയാം.
എല്ലാവരുമായിട്ട് വളരെ നല്ല മാനുഷിക ബന്ധങ്ങൾക്ക് മറ്റുള്ളതൊന്നും തടസ്സമില്ലല്ലോ. അങ്ങനെ അദ്ദേഹമായിട്ട് ദീർഘനേരം സംസാരിച്ചു. അതിനുശേഷം അവിടെ മജ്ലിസ് നടക്കുന്നുണ്ടായിരുന്നു. ഭക്ഷണമൊക്കെ കഴിഞ്ഞതിന് ശേഷം മജ്ലിസിലേക്ക് പോയി. മജ്ലിസിൽ പോയിരുന്നപ്പോൾ എന്നോട് വളരെ അവിചാരിതമായി രണ്ടു വാക്ക് പറയണമെന്ന് പറഞ്ഞു. ഞാനവിടെ സദസ്സിന്റെ ഔചിത്യമൊക്കെ പാലിച്ച് വളരെ കുറഞ്ഞ സമയം കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇതാണ് നടന്നത്. കേട്ടില്ലേ? CH മുസ്തഫ അവിടെ വന്നു. CH മുസ്തഫാനെ ക്ഷണിച്ചു. CH മുസ്തഫ അവിടെ വന്നു. 1-ാം തീയതി അവിടെ വന്നു നോക്കുമ്പോ അവിടെ ഒരു പരിപാടി നടക്കുന്നുണ്ട്. ഈ പരിപാടി കണ്ടു നോക്കുമ്പോ മുസ്തഫാക്ക് അന്തം വിട്ടു. മുസ്തഫാക്ക് അന്തം വിട്ടു. അന്തം വിടൂലേ? അന്തം വിടുന്ന ആ ജാതി ചാട്ടല്ലേ ചാടിനെ നോക്കാണി. ആ ജാതി പുടുത്തം വിട്ട ചാട്ടല്ലേ പറഞ്ഞു. ഷെയ്ഖ് എന്നൊക്കെ പറഞ്ഞിട്ട് ഷെയ്ഖ് സ്വന്തം ഷെയ്ഖാണ് ഈ ചാടുന്നത് കേട്ടോ. കുരുവട്ടൂരി എന്നൊക്കെ പറയണ ഈ ചങ്ങായിനെ സംബന്ധിച്ചാണ്. ഈ ചങ്ങായി തന്നെ ഈ ചാടുന്നതും പ്രചരിപ്പിക്കുന്നതും ഒക്കെ. എന്നിട്ട് ചാടിയിട്ട് നമ്മളെ മുസ്തഫ നിൽക്കണം നൃത്തം നോക്കാണെങ്കിൽ മുസ്തഫാന്റെ നൃത്തം കണ്ടാക്കരുത്. ഓന് ചാറ് ഒലക്കായിരുന്നു. അങ്ങനെ അനങ്ങാതെ നിൽക്കുകയാണ്. കാരണം ബാക്കും നോക്കുന്നുണ്ട്, ഈ കൂട്ടത്തിക്കും നോക്കുന്നുണ്ട്. ഞങ്ങളെങ്ങാനും ആകപ്പാടെ പുടുത്തം വിട്ട് ചാടിക്കഴിഞ്ഞാൽ മുസ്തഫ പായാനുള്ള സ്ഥലം നോക്കുകയാണ്. ആ ജാതി നൃത്താണ് മുസ്തഫ നിൽക്കുന്നത്. കണ്ടില്ല നിങ്ങള്? അതാ പറഞ്ഞത്. ആ ജാതി ചാട്ടമാണ് ചാടുന്നത്. നിങ്ങൾ കുടുങ്ങി. നിങ്ങൾ ചെറിയ കുടിക്കലൊന്നല്ല പെട്ടിട്ടുള്ളൂ. നിങ്ങൾ കുഞ്ഞിരായും കുടിക്കലാ കുടുങ്ങി. അല്ല കുടുക്കന്നെ കുടുങ്ങിയത്. കുഞ്ഞിരായും കുടുക്കാണോന്നോ? ഒരു 1.5 കുഞ്ഞിരായും കുടുക്കാണ് കുടുങ്ങിയത്. കാരണം ഇതുവരെ കാന്തപുരത്തിനെയും പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും ഓൽക്ക് സുന്നി പോരാ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചും പ്രസംഗിച്ചും നടക്കുകയായിരുന്നു. അതിൻ്റെ ഇടയിലാണിപ്പോ മിനി ചേകനൂരനെ കുരുവട്ടൂരികളുടെ ആലയത്തിലേക്കും അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നത്. പിന്നെ കുടുങ്ങൂലേ? കുഞ്ഞിരായി കുടുക്കുള്ളൂ കുടുങ്ങുക. പറയട്ടെ കുഞ്ഞേമോ പറയടാ. നിങ്ങൾക്ക് ഇനി മേപ്പെട്ടക്കും പറ്റൂല, താഴത്തേക്കും പോല. നിങ്ങൾ കുടുങ്ങണ്ട സ്ഥലത്ത് നിങ്ങളെ കുടുങ്ങേണ്ട സാധനം കുടുങ്ങിയിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ ഇടങ്ങറായിട്ട് നിൽക്കുക. ഇപ്പൊ നിങ്ങളെ ഇടങ്ങറില്ല. ഔലും കഞ്ഞിയിലപ്പങ്ങളുണ്ട്. ഇപ്പൊ ഔലും കഞ്ഞി തന്നെയാണോ? വല്ലാത്തൊരു ഔലും കഞ്ഞി തന്നെയാണ് CH മുസ്തഫാനെ കൊണ്ട്. ഒരു രക്ഷ ഇങ്ങക്കില്ല. ആ കുഞ്ഞിരായും കൊടുക്കുന്നതാണ്. അതിലല്ലേ ഇപ്പൊ നിങ്ങളുള്ളത്? ആണ് ഇതിനുള്ളത്. അതിലാണ് ഇപ്പൊ വല്ലാത്തൊരു കുടുങ്ങിയതാ. ഇത് ആകെ പയപ്പിച്ച് ഇതിന് നമ്മളിപ്പോ ഇങ്ങനെ ഈ അഹിയൽ ബുഖാരി തങ്ങളാണ് ഇപ്പൊ ഇതൊക്കെ കൊളാക്കണത്. മൂപ്പരെന്ത് ചെയ്യാണ്? ഇതുപോലത്തെ ആൾക്കാരും വിളിച്ചെടുത്താണ്. പിന്നെ നമ്മളും ഗതികേടാണ്. എന്താ കാട്ടുക? എന്താ ഇപ്പോഴത്തെ പുതിയ വിശേഷം? നമ്മൾ പറയുന്ന കാര്യങ്ങൾ പലതിനോടും യോജിക്കുന്നുണ്ടാവാം. പക്ഷെ അത് പ്രകടിപ്പിച്ചിട്ടില്ല അവിടെ. ജല്ല ജലാലു പൂതിയണ്ട് തീർന്നില്ല. ഇപ്പൊ നിങ്ങൾക്ക് ഇത് എല്ലാം കൂടിയിട്ട് കണക്കിന് കിട്ടിയ സമയത്ത് 2026 അതൊരു 1.5 2026. 2026 1.5 ആണോന്നോ? പോരാ, അതിന്റെ അപ്പുറത്താണ്. അത് പറഞ്ഞില്ല. നിങ്ങൾക്ക് അന്നത്തെ ചൊവ്വാല് മുതൽ കുടുങ്ങിക്കണ്. നിങ്ങൾക്ക് അന്നാ ഗ്ലോബൽ വില്ലേജ് പോയതല്ലേ? പിന്നെ അർദ്ധരക്തരും പൂർണ്ണരക്തരുമായിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ തൊടന്റെ അടി കൂടെ ഇങ്ങനെ പോയി കോമാട്ട് ചാലിലദ്ദു. ആ ചൊവ്വാലല്ലേ പറഞ്ഞത്? ആ ചൊവ്വാലിൽ കൊടുക്കന്നെയാണത്. ഇങ്ങളെ ഗതികേടിന്റെ ഔലും കഞ്ഞി ആരംഭിച്ചിക്കണ അന്ന് മുതല് ഹാഫിളായിട്ട് ലക്ഷണം കെട്ടോന്റെ നാവിന്ന് എന്നാണോ മുഴങ്ങിയത് അന്ന് മുതൽ ഇങ്ങളെ കഥ കഴിഞ്ഞു. ഇപ്പൊ എന്തായി? ഇപ്പൊ എവിടെ എത്തിക്കണത്? എവിടെ എത്തി നിൽക്കണത്? എത്തി നിൽക്കണ സ്ഥലം കണ്ടോ? പറയുന്ന ശൈലിയിൽ വ്യത്യാസം ഉണ്ടാകാം. ഒരുപക്ഷെ അകമ്പൊരുൾ പറയുന്നത് ഒരു നവോത്ഥാനത്തിന്റെ അല്ലെങ്കിൽ ഒരു റിഫോർമേഷന്റെ ശബ്ദത്തിലായിരിക്കാം. സൂഫി കേന്ദ്രങ്ങൾ പറയുന്ന ഒരു ആധ്യാത്മികതയുടെ ഭാവത്തിലായിരിക്കാം. അത് വളരെ പതുക്കെയായിരിക്കാം. നമ്മൾ കുറച്ച് ഉറക്കെയായിരിക്കാം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഭാഷയിലും ശൈലിയിലും വ്യത്യാസമുണ്ട് എന്നല്ലാതെ അകമ്പൊരുൾ ആശയങ്ങളും തസവൂഫിന്റെ ആശയങ്ങളും ഒന്ന് തന്നെയാണ്. അത് ഒരേ ധാരയിലാണ് മുന്നോട്ട് പോകുന്നത്. അകമ്പൊരുളിന്റെ ആശയങ്ങളും തസവൂഫിന്റെ ആശയങ്ങളും ഒന്ന് തന്നെയാണ്. ഇത് മടവൂർ കോട്ടയിൽ ചെന്ന കാര്യമാണ് ഇപ്പൊ ഈ പറയണതേ. ഇപ്പൊ അവിടെ എത്തിയിരിക്കണ്. അതാ ഒറിജിനൽ ചേകനൂരിൻ്റെ ആളുകളായി മാറി കോമാട്ടുചാലിൽ അദ്ദുവിൻ്റെ മക്കളും അഥവാ കുരുവട്ടൂരികൾ, ഇബിലീസ് ത്വരീഖത്തിൻ്റെ ആളുകൾ ആ രൂപത്തിലേക്ക് മാറി. ഉഷാദോ ഇജൊന്ന് വന്നുകാണ്ട് നമുക്കാണ് നിർത്തഞ്ഞ്. അതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതൽ. അതാണ് അതെ അതാണ് നമ്മുടെ വിഷയത്തിന്റെ കാതൽ. അതാണ് ഇപ്പം എല്ലാവർക്കും മനസ്സിലായില്ലേ?
അപ്പം ഇനി കുരുവട്ടൂരികളുടെ ഈ നൗഷാദ് പറയുന്നത് പച്ച നുണയാണെന്നുള്ളത് മനസ്സിലാക്കിക്കോളിയും കൂട്ടരെ.